ഹലോ ഡിയേഴ്സ്, നമ്മുടെ ചാനലായ വി വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരുപാട് നാൾ കൂടിയാണ് ഞാനൊരു വീഡിയോ ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ടൂറ് പോയി കേട്ടോ, RBSK ടീം എല്ലാവരോട് കൂടി. അപ്പം ആദ്യമായിട്ടാണ് ഞാൻ ഇവരോട് ടൂർ പോകുന്നത്. അടിപൊളി ടൂറായിരുന്നു കേട്ടോ. നമ്മൾ കൊല്ലത്തേക്കാണ് പോയത്. അങ്ങനെ നമ്മളിതാ രാവിലെ അവിടെ നിന്ന് 6 മണിയായപ്പം കോട്ടയത്ത് നിന്ന് പുറപ്പെട്ടതാണ്. നമ്മൾ ചെങ്ങന്നൂരായപ്പോഴത്തേക്ക് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ആര്യാസിലാണ് കയറിയത്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു. നമ്മൾ ദോശയാണ്, ഇതാണ് ടീംസ് കേട്ടോ. നമ്മൾ ദോശ കഴിച്ചവരുണ്ട്, മസാല ദോശ കഴിച്ചവരുണ്ട്, ഇഡ്ഡലി കഴിച്ചവരുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നേരെ പോയി നമ്മൾ എവിടെയാണ് മൺറോത്തുരുത്തിലേക്കാണ് പോയത് കേട്ടോ. അവിടെ ചെന്ന് ഇതുപോലെ ഒരു വള്ളമൊക്കെ എടുത്ത്, വള്ളത്തിന് 500 രൂപ ചാർജായിരുന്നു. അങ്ങനെ വള്ളത്തിലൊക്കെ നമ്മൾ കയറി 2 മണിക്കൂർ യാത്രയാണ് കേട്ടോ. 2 മണിക്കൂർ. പക്ഷേ വെയിലായതുകൊണ്ട് അത്ര സുഖം ഉണ്ടായിരുന്നില്ല. നമ്മൾ കായലിൽ കൂടെ പോകുമ്പോൾ അടുത്ത് നിന്നൊരു അമ്മച്ചി പാട്ട് പാടിയതാണ് കണ്ടത്. അങ്ങനത്തെ മനോഹരമായ സ്ഥലത്തൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്യുകയാണ്. നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ വെയിലില്ലെങ്കിൽ ഭയങ്കര രസം. അതായത് 9 മണിക്ക് മുമ്പേ നമ്മൾ വന്ന് കയറിയിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും ചൂടും കാര്യങ്ങളും ഒന്നും ഏക്കത്തില്ലായിരുന്നു കേട്ടോ. ഭയങ്കര ചൂടായതുകൊണ്ട് ചെറുതായിട്ടൊരു ബോറായെന്നേ ഉള്ളൂ. പക്ഷെ എന്നാലും അടിച്ചു പൊളിച്ചു കേട്ടോ. ഞങ്ങൾ എന്താ പറയുന്നത്, കായലിൻ്റെ നടുക്കാറായപ്പോഴത്തേക്കും നമ്മൾ വള്ളത്തേക്ക് ഇരുന്ന് ഡാൻസൊക്കെ കളിച്ചു കേട്ടോ. ഇത് കണ്ടു, ഇതവിടെ ഇറങ്ങിയിട്ട് നമ്മൾ വെള്ളത്തിൽ അതുപോലെ കാലൊക്കെ മുക്കി. നമ്മുടെ മുട്ടിന് താഴെയായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. നമുക്ക് ആദ്യം ഇറങ്ങാനൊരു മടി ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും ഇറങ്ങുമ്പോൾ നമ്മൾ മാത്രമേ ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ പിന്നെ ഞാനിങ്ങോട്ട് ചാടി ഇറങ്ങി കുറച്ച് ഇതുപോലെ വീഡിയോസൊക്കെ എടുത്തു. ഒരുപാട് സ്ഥലത്തുനിന്ന് ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്നും കഴിഞ്ഞ് നമ്മൾ വള്ളത്തിലേക്ക് കയറി തിരിച്ച് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് പിന്നെ കായലിൻ്റെ നടുക്കൂടെയാണ് പോകുന്നത് കേട്ടോ. കായലിനകത്തൂടെ പോകുമ്പം നമ്മൾ ആടിപ്പാടി എന്ന് വേണ്ട രസമായിരുന്നു. പക്ഷേ നമ്മൾ ടീംസ് എല്ലാം കൂടി ഒരു ബോട്ടിൽ കയറാൻ നമുക്ക് പറ്റിയില്ല. എല്ലാവരും 3 ബോട്ടിലായിട്ടായിരുന്നു കേട്ടോ. അങ്ങനെ കയറി ആട്ടവും പാട്ടവും എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നമുക്ക് പിന്നെ ക്ഷീണിച്ചു. പിന്നെ നമുക്ക് സാമ്പ്രാണിക്കൊടിയിലേക്ക് പോകാൻ തോന്നിയില്ല. കാരണം സെയിം പോലത്തെ സ്ഥലവും വെള്ളവും കാര്യങ്ങളും ഒക്കെയാണ് സാമ്പ്രാണിക്കൊടിയിലും. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ നമ്മുടെ ടീമിൽ 2 ആൺതരികളുണ്ട് കേട്ടോ. അവരാണ് ഈ അമ്മൂമ്മയായിട്ട് ഇന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പാട്ട് പാടി രസിച്ചത്. ഇന്ന് നമ്മൾ നേരെ പോയത് ലൈറ്റ് ഹൗസിലേക്കാണ് കേട്ടോ. അവിടെ പോയി 20 രൂപ, ഒരാൾക്ക് 20 രൂപയുടെ ടിക്കറ്റ് എടുത്ത് നമ്മൾ ലിഫ്റ്റിലേക്കാണ് കയറുന്നത്. ലിഫ്റ്റിൽ 9 പേരോളം പറ്റുമായിരുന്നു. അങ്ങനെ നമ്മൾ മേളിൽ 3/4 ഭാഗത്തോളം ലിഫ്റ്റുണ്ട്. അതിന് ശേഷം നമ്മൾ ഇറങ്ങി ചെറിയ സ്റ്റെപ്പാണ്, ഇങ്ങനെ റൗണ്ടിലാണ് കയറി. മുകളിൽ ചെല്ലുമ്പോഴത്തേക്ക് പേടി വരും കേട്ടോ. ഹൈറ്റൊക്കെ ഒരുപാട് പേടിയുള്ളവർക്ക് ഭയങ്കരമായിട്ട് പേടി വരും. കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നത്. എന്ത് രസമാണെന്ന് നോക്കി. കടൽ കിടക്കുന്നത് കണ്ടോ, എന്താ ഭംഗിയല്ലേ, നല്ല രസം. അവിടെ നിന്ന് കുറച്ചങ്ങോട്ട് കണ്ടോ, അങ്ങേയറ്റല്ലോ, ഏകദേശം ഒരു പകുതി ഭാഗം വരെ പോകാൻ വേണ്ടി അതുപോലെ വഴിയൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഇതുകൊണ്ട് നമ്മുടെ വണ്ടിയിലെ രാവിലത്തെ കുറച്ച് ഉറക്കവും കാര്യങ്ങളുമാണ് ഈ കാണുന്നത് കേട്ടോ. ഓരോരുത്തർ കടന്നുറങ്ങുന്നു, ഇരുന്നുറങ്ങുന്നു, മലന്നുറങ്ങുന്നു എന്ന് വേണ്ട, അവരെല്ലാം ഭയങ്കര ഉറക്കമായിരുന്നു. ഞാൻ മാത്രമേ ഉറങ്ങാതിരുന്നുള്ളൂ എനിക്ക് തോന്നുന്നത്. ഞാൻ നോക്കുമ്പോൾ എല്ലാവരും ഉറക്കാം. പിന്നെ ഇവള് മാത്രം ഉറങ്ങിയില്ല. അവൾ മാത്രം ഫോണിന് എന്തോ ചെയ്തുകൊണ്ടിരുന്നുകൊണ്ട് ഉറങ്ങിയില്ല. അവൾ ഉറങ്ങുമായിരുന്നു. പക്ഷെ ഇവരെ ഉറക്കം കണ്ടുകൊണ്ടാണ് ഞാൻ എടുക്കാൻ നോക്കിയത്. അങ്ങനെ പിന്നെ നമ്മൾ നേരെ പോയത് അഴീക്കൽ ബീച്ചിലേക്ക്. കാരണം ഇവർക്കെല്ലാം കടലിലിറങ്ങണം. എനിക്കങ്ങനെ കടൽ അലർജിയാണ്. കാരണം എനിക്ക് വെള്ളത്തിൽ പോലും ഇറങ്ങാൻ ഇഷ്ടമില്ല, പേടിയാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇവരുടെ ബാഗൊക്കെ നോക്കി ഞാൻ അവിടെ ഇരുന്നു. ബാക്കി എല്ലാവരും കടലിലിറങ്ങി കണ്ടോ, ഡാൻസും പാട്ടും എന്ന് വേണ്ട. ചിലർ കടക്കുമായിരുന്നു കടലിനകത്ത്. എനിക്ക് ഓർക്കാനേ വല്ല. എന്നിട്ട് എല്ലാവരും 2 ഡ്രസ്സൊക്കെ ആയിട്ടാണ് വന്നത്. ഞാനും കൊണ്ടുവന്നു. പക്ഷേ ഞാൻ ഇറങ്ങിയില്ല. ഇവരുടെ ഡാൻസും പാട്ടും ഒക്കെ കണ്ടുകൊണ്ട് ഞാൻ കരയിലിരുന്നു. അങ്ങനെ അവരുടെ അടിച്ചുപൊളിയെല്ലാം കഴിഞ്ഞു. അവരും കയറി വന്നു. ഇവരെല്ലാം പോയി കുളിച്ചു ഡ്രസ്സൊക്കെ മാറിയതിന് ശേഷമാണ് നമ്മൾ വീണ്ടും ഇവിടുന്ന് യാത്രയായത് കേട്ടോ. ഞാൻ അവിടെ നിന്ന് പാനിപ്പൂരിയും ഐസ്ക്രീമും ഒക്കെ തട്ടി. ഇത്രയൊക്കെ ഉള്ളു കേട്ടോ. നമ്മൾ നേരെ രാത്രിയായി 10:30 ആയി നമ്മൾ വീട്ടിലെത്തിയപ്പം കേട്ടോ. ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കും.